responds, and I believe that God has touched certain people's lives, although we may not have seen everything outwardly, but we believe it has been done. Okay, praise God. ഇന്ന് നമ്മൾ ഈ ഒരു ഈസ്റ്റർ സൺഡേ നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. On this Easter Sunday, we're thinking of two primary things. അതിനുശേഷം ഈസ്റ്ററിൽ കൂടെ വ്യാപരിച്ച ആ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ ശക്തി അനുഭവിക്കുവാനായിട്ടും നമ്മൾ ചില സമയങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. After that, we'll take some time to experience the resurrection power of our Lord. ഞാൻ എൻ്റെ പഴയ പല സെർമൺസ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പല സമയങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. I looked through my old sermons and I realized that I had preached several times on Easter. എന്നാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഇൻസിഡന്റുകൾ നമ്മൾ 4 ഈ സുവിശേഷങ്ങളിലും വായിക്കുമ്പോഴത്തേക്ക് ഇതൊരു ചരിത്ര സംഭവമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഉറപ്പിക്കാറുണ്ട്. When we look at the 4 Gospels and the records that are there regarding the resurrection, I realize this is a historical fact. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അക്ഷരികമായിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴത്തേക്കാണ് അത് മുഖാന്തരം നമുക്ക് ആ ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ സാധിക്കുന്നത്. When we believe that Jesus physically rose from the dead, that's when we can become true witnesses of Christ to others. അതുകൊണ്ട് നമ്മൾ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചരിത്ര സംഭവമാണെന്ന് വേദപുസ്തകത്തിൽ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടെ നോക്കുവാനായിട്ട് പോകുന്നു. We're going to look once again at the portions of scripture that show us that the resurrection of Christ is really a historical fact. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് തങ്ങളുടെ ശിഷ്യന്മാർക്ക് തന്നെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. The resurrection of Christ was something that even the disciples struggled with. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 3 മുതൽ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. Luke chapter 18-ാം അധ്യായം 31 മുതൽ 34 വരെ. Luke chapter 18 34 onwards. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പിത്തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു. പറഞ്ഞതവർ തിരിച്ചറിഞ്ഞതുമില്ല. Luke 18 verse 31 to 34. Jesus took the 12 aside and told them, we are going up to Jerusalem, and everything that is written by the prophets about the Son of Man will be fulfilled. He will be handed over to the Gentiles. They will mock him, insult him, spit on him, flog him, and kill him. On the 3rd day, he will rise again. The disciples did not understand any of this. Its meaning was hidden from them, and they did not know what he was talking about. യേശുക്രിസ്തു പല പ്രാവശ്യം താൻ മരണപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും പല പ്രാവശ്യം പറഞ്ഞതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. Multiple times we see in the Gospels that Jesus told his disciples about his death and the experiences that he will have. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ അവർ പരിഹസിക്കും, എന്നെ അവർ അവമാനിക്കും, എന്നെ തുപ്പും, തല്ലിയിട്ട് എന്ത് ചെയ്യും, ഞാൻ മരണപ്പെടും, എന്ത് ചെയ്യും, പക്ഷേ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതിനോട് ചേർന്ന് സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, അവർക്ക് ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്കെല്ലാം അവർക്ക് മറവായിരുന്നു. So Jesus told them that they will mock him, insult him, spit on him, flog him, and kill him, and on the 3rd day he will rise again. But the disciples didn't understand any of this. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇത് വെറുതെ ഒരു കഥയായിട്ട് എഴുതി വെച്ചതല്ല. യേശുക്രിസ്തുവിനോട് നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തൊരു കാര്യം വീണ്ടും അവർക്ക് വളരെ വ്യക്തമായി തീർന്നതാണ് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. See, we have to realize that this is not something that is a fabricated story. This fact that Jesus walked with them and connected with them and discussed these factors with him is an actual fact in history. ഇനി മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, ഒന്ന് വായിച്ചാട്ടെ. 62
മുതൽ 68 വരെ, Matthew chapter 62 തൊട്ട് 66 വരെ. Matthew 28, 62 to 66. 27, 62 to Matthew 27. ഒരുക്ക നാളിൽ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്നാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. The next day, the one after preparation day, the chief priests and the Pharisees went to Pilate. Sir, they said, we remember that while he was still alive, that deceiver said, after 3 days I will rise again. So give the order for the tomb to be made secure until the 3rd day. Otherwise, his disciples may come and steal the body and tell the people that he has been raised from the dead. This last deception will be worse than the first. Take a guard, Pilate answered. Go make the tomb secure as you know. So they went and made the tomb secure by putting a seal on the stone and posting the guard. യേശുക്രിസ്തു പല പ്രാവശ്യം ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് മഹാപുരോഹിതന്മാരും കേട്ടിട്ട് അവരും ചിന്തിച്ചു, ഇനി ഈ യേശുക്രിസ്തുവിന്റെ ശവശരീരം ശിഷ്യന്മാരെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവര് വേറൊരു കഥയുണ്ടാക്കും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? കല്ലറ മുദ്ര വെച്ച്, റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെച്ച് കൂടുതൽ കാവൽക്കാരെയൊക്കെ വിട്ട് അത് മുഴുവൻ കാവൽ ചെയ്ത് വളരെ ബന്ധോസ്താക്കി വെച്ച ഒരു കല്ലറയായിരുന്നു യേശുക്രിസ്തുവിന്റെ കല്ലറ. When the high priest heard and the chief priests and leaders heard Jesus talking about him resurrecting on the 3rd day, he made sure to secure the tomb so that in his idea that the disciples would not steal the body and claim that he had resurrected from the dead. എന്നാൽ എത്ര ശക്തമായിട്ട് ഉള്ള സുരക്ഷിതത്വം ഒരുക്കിയെങ്കിലും യേശുക്രിസ്തുവിന്റെ കല്ലറ മൂന്നാമത്തെ ദിവസം വലിയ ഭൂകമ്പത്തോടുകൂടെ ദൂതൻ ഇറങ്ങി വന്ന് അത് പൊട്ടിച്ച്, ആ സീലുകളെയെല്ലാം പൊട്ടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. Regardless of how secure the tomb was made, still we see how Jesus resurrected with power, and the angel came, and you see something like an earthquake that took place, and he came out of the tomb. നമ്മളിങ്ങനെ വായിക്കുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 2 മുതൽ ഉള്ള വാക്യം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തു. ആ വാക്യം മാത്രം. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഈ മോണിറ്റർ ജേക്കബ് മാസ്റ്റർ പ്രസംഗിക്കുന്ന മോണിറ്റർ ഒരിച്ചൊന്ന് കുറയ്ക്കുകയോ സംതിങ് ഒന്ന് ചെയ്യാമെങ്കിൽ ഒത്തിരി മുഴക്കമായിട്ടാണ് കേൾക്കുന്നത്. So it's hard to understand. Thank you. Matthew 28 from verse 2 onwards, there was a violent earthquake, for an angel of the Lord came down from heaven and going to the tomb rolled back the stone and sat on it. His appearance was like lightning and his clothes were white as snow. The guards were so afraid of him that they shook and became like dead men. നമ്മളിത് കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. See, we have to understand the disciples even couldn't believe it. മഹാപുരോഹിതന്മാർ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശുവിന്റെ ശവശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കുമെന്ന് ഓർത്ത് അവരും ഈ കല്ലറ കുറച്ചും കൂടെ ഉറപ്പ് വരുത്തി അതിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ. So we see the high priest assumed even prior to his death probably that the disciples would come and steal the body and make up a story of the resurrection. എന്നാൽ ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കല്ലറ പൊട്ടി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. But beyond all of what was done, we see that Jesus resurrected, overcoming all of these obstacles and came through with power. അപ്പോൾ മറിയ, മഗ്ദലക്കാരത്തി മറിയ, ശബത്ത് ദിവസം
ശബത്തിന് ശേഷം സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ഈ കല്ലറയ്ക്കൽ എത്തുമ്പോഴത്തേക്ക് ദൂതൻ പറയുന്ന വാക്യം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ. Mark 16, 6-ാമത്തെ വാക്യം, Mark 16, chapter, verse 6. 1 minute. Yeah, we see Mary Magdalene and the other Mary had gone to the tomb, and the response was in verse 6. Don't be alarmed, he said. This was the angel. You are looking for Jesus the Nazarene who was crucified. He has risen. He is not here. See the place where they laid him. But go tell his disciples and Peter, he's going ahead of you into Galilee. There you will see him, just as he told you. നിങ്ങൾ നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. You are looking for Jesus the Nazarene. അവൻ ഉയർത്തെഴുന്നേറ്റു, but he has risen already. അവൻ ഇവിടെ ഇല്ല, he's not here. അവനെ വെച്ച സ്ഥലം ഇതാ, നോക്കിക്കേ. Look at the place where he was laid. അതൊരു ശരിക്കും ആദ്യത്തെ ഒരു മെസ്സേജാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഒരു മെസ്സേജ് യേശുവിനെ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനായിട്ട് വന്ന ഈ സ്ത്രീകളായിട്ടുള്ള ശിഷ്യകളോട് ഈ ദൂതൻ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. That was the first message that was delivered about the resurrection of Christ to these two women. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാളും എന്നെ കുറച്ചും കൂടെ ആകർഷിച്ച ചില വേദഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അതിലെടുത്ത് വായിക്കണമെന്നില്ല. ഞാൻ അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബൈബിൾ നോക്കുവാണെങ്കിൽ ഞാൻ പറയാം. John chapter 20, the first 10 verses has really impacted me regarding this. You don't have to read it, but I want to tell you a few things regarding that. ഇവിടെ നമ്മൾ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ സംഭവിച്ചെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. John very clearly says, has written what actually occurred during that time. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു, കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ രാവിലെ എന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോഴത്തേക്ക് കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. So when Mary Magdalene went there, what she saw was the stone rolled away from the tomb. നമ്മൾ അതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു. അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ, നോക്കുവിൻ എന്നൊക്കെ ദൂതന്മാർ പറയുന്ന സാക്ഷ്യമൊക്കെ കേട്ടു. അത് കഴിഞ്ഞ ശേഷം in the Gospel of Mark we see where the women were told that he is not here, and look at the place where he was laid. ഈ മഗ്ദലക്കാരത്തി മാറി ഇവരെന്ത് ചെയ്തു? ഇവർ കാര്യങ്ങളെല്ലാം ചെന്നിട്ട് ശീമോൻ പത്രോസിനോടും തന്റെ യോഹന്നാനോടും എല്ലാം പറയുന്നു. Mary Magdalene went and told Simon Peter and the others about what they saw and what they experienced. ഇത് കേട്ടപ്പോഴത്തേക്ക് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. When they heard this, Peter and the other disciple, they went to the tomb. നിങ്ങൾ ഇതെല്ലാം ഒരു ചിത്രമായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ. മഗ്ദലക്കാരത്തി മറിയ ഈ കാര്യം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് പത്രോസും യോഹന്നാനും അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇരുവരും അവർ ഓടുകയാണ്. Imagine the story. Imagine what was actually happening. These women going and telling these disciples, and they are running to go and see actually what happened. അവിടെ എഴുതിയിരിക്കുന്നു, മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാളും വേഗത്തിൽ ഓടി. Other disciples outran Peter to get there. പത്രോസിനേക്കാളും പ്രായം കുറഞ്ഞതായ ചെറുപ്പക്കാരനായ യോഹന്നാൻ വേഗത്തിൽ ഓടുക, പത്രോസിനേക്കാളും വേഗം ഓടുന്നു. We know that John was a young man and he was able to run faster than Peter, and he quickly arrived there. ആദ്യം കല്ലറയ്ക്കലെത്തി. He first got to the tomb. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. He bent over and saw where the cloths lay there. പക്ഷെ അകത്ത് കടന്നില്ല. But he did not go in. ഈ യോഹന്നാൻ വേഗത്തിലൊക്കെ ഓടുന്നയാളും യേശുവിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും ധൈര്യം അത്രത്തോളം ഇല്ല. അവിടെ ചെന്നപ്പോൾ പകച്ചു അകത്ത് കല്ലറയ്ക്ക് അകത്ത് കയറാനായിട്ട്. John was able to run faster. He was a young man and everything, and he loved Jesus so much, but he didn't have the courage to step inside the tomb. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്നു. പത്രോസ് വന്ന ഉടനെ എന്ത് ചെയ്തു? കല്ലറയിലോട്ട് കടന്നു.
behind him, Simon Peter came, and Peter did not hesitate at all. He ran into the tomb. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. Look at the വളരെ next few വളരെ verses. വളരെ നമുക്ക് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വളരെ ചരിത്ര സത്യമാണെന്ന് വ്യക്തമാക്കുന്ന ചില വാക്യങ്ങളാണ്. These are verses that literally give us the indication that this is a historical fact of the resurrection of Jesus. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. വേഴ്സ് 7. He saw then Simon Peter, who was behind him, arrived and went into the tomb. He saw the strips of linen lying there, as well as the burial cloth that had been around Jesus' head. The cloth was folded up by itself, separate from the linen. പത്രോസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപക്ഷെ പത്രോസ് പറഞ്ഞു കാണും, മറ്റേ ശിഷ്യനും യോഹന്നാനും അകത്ത് കടന്നു, അവിടെ എഴുതിയിരിക്കുന്ന അകത്തിയെന്നു കണ്ട് വിശ്വസിച്ചു. എന്നിട്ട് 9-ാമത്തെ വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അത് കണ്ടതോടുകൂടെ ഈ രണ്ട് ശിഷ്യന്മാർക്കും വ്യക്തമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന്. Finally, the other disciple who had reached the tomb first also went inside. He saw and believed. But they still did not understand from the scripture that he had risen from the dead. നിങ്ങൾ ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഈ എഴുതിയിരിക്കുന്ന വാക്യം, 7-ാമത്തെ വാക്യം, We need to clearly understand verse 7. നമ്മൾ അവിടെ എഴുതി, and the face cloth which had been on Jesus' head, not lying with the linen cloth, but folded up in a place by itself. നമ്മൾ he saw the linen cloth lying there. നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇത് നമ്മൾ കാണുന്നത്, ഇത് നമ്മളിപ്പോൾ ഒരു ഷർട്ടും പാൻസോ ഒക്കെ ഊരുവാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഊരിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് എടുത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇതിനകത്ത് കാണുന്നത്, ഈ ശീലകൾ അങ്ങനെ ഇരിക്കുന്നു, റൂമാൽ തലയെ ചുറ്റിയിരുന്ന ആ ടവലെല്ലാം അങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് പറന്നു പോവുകയാണെങ്കിൽ എൻ്റെ ഷർട്ടും പാൻസും എല്ലാം അതേപോലെ നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ഓർത്തു നോക്കി. So you have to imagine that if I were to take my shirt off, I would put it someplace. But just imagine if my body, I'm standing here and my body disappears, my clothes would fall straight down. കമന്റേറ്റർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ശരീരം ഒരു നീരാവിയാകുന്ന പോലെ ഇവാപ്രേറ്റ് ചെയ്തുകൊണ്ട് അത് അവിടുന്ന് പോയി. ഈ ശീലകളും ഈ റൂമാലുമെല്ലാം അതേപോലെ തന്നെ, അതെങ്ങനെ വെച്ചോ അത് അതുപോലെ തന്നെ ഇരുന്നു. അതുകൊണ്ടാണ് മറ്റേ ശിഷ്യൻ അതിനകത്ത് കടന്നപ്പോൾ അത് കണ്ട് വിശ്വസിച്ചിട്ട് പുള്ളി പറയുക, ഞാനിപ്പോൾ ഓർക്കുന്നു യേശു പറഞ്ഞത്, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു, അത് ഞാൻ വിശ്വസിച്ചു. Some writers believe that it's possible that Jesus' body, as if it had evaporated, kind of disappeared from there, and all the clothes were left right there. ഓക്കെ, ഇത് വെറും ഒരു നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കഥകളോ അപ്പോസ്തലന്മാരുണ്ടാക്കിയ കഥകളോ അല്ല, ചരിത്രത്തിൽ സംഭവിച്ചതാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. Don't think that this is something that was fabricated by the people for us to have some kind of a faith foundation, but rather this is a reality. This is something that actually happened, that Jesus resurrected from the dead. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 43 വരെ വാക്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് യേശുക്രിസ്തു ഫിസിക്കലായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് താൻ ഉയർത്തെഴുന്നേറ്റ കാര്യം. Now we'll look at Luke chapter 24, 36 മുതൽ 43 വരെയുള്ള വാക്യം. അത് വായിക്കണമെന്നില്ല, അത് ഞാൻ ഇതിൽ നിന്ന് പറയാം. Luke chapter 24. 24, 36 തൊട്ടുള്ള വാക്യങ്ങൾ 43 വരെ. 36 onwards. 24, 36. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് യേശുക്രിസ്തു മരിച്ച ഒരാൾ ഉയർന്നേറ്റ് ഒരാൾ വരുവാണ്, എങ്ങനെ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തു. While they were still talking about this, Jesus himself stood among them and he said to them, "Peace be with you." They were startled and frightened, thinking they saw a ghost. When you don't expect someone and this person appears right there in your presence, definitely you would think that it's a ghost. അവിടെ 38-ാമത്തെ വാക്യം, അവനോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് ഇത് കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട്
അക്ഷരികമായിട്ട് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. നോക്കിയ സുവിശേഷകൻ അത് എഴുതി വെക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റോറി എഴുതുവാനാണെങ്കിൽ ചുമ്മാ ഉയർത്തുന്നേറ്റെന്ന് പറഞ്ഞങ്ങ് എഴുതിയാൽ മതി. ഇവർക്കുണ്ടായ ഫീലിങ്ങുകളും എല്ലാം വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. മനുഷ്യരായ ആർക്കും വിശ്വസിക്കാൻ മേലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ യേശുവിനെ അങ്ങനെ കണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങി. If the writer was just writing a story, he would just simply say that he resurrected. But here we see in very much in detail where Jesus responds to them. And in verse 38, he said to them, "Why are you troubled? And why do doubts rise in your minds? Look at my hands and feet. It is I myself. Touch me and see me. A ghost does not have flesh and bones, as you see that I have." 39ാമത്തെ വാക്യം, ഞാൻ തന്നെയാകുന്നു, എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കും. സന്തോഷം വന്നുവെങ്കിൽ നോക്കിയേ, വീണ്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് യേശു ചോദിക്കോ, തിന്നുവാൻ വല്ലതുമുണ്ടോ? So we see that they are surprised. തിന്നുവാൻ വല്ലതുമുണ്ടോ? We see that they are surprised, and Jesus shows them his hands and his feet and just tells them, "Look, this is who I am." And then he actually asks them if they have something to eat. ഇവിടെ ഞങ്ങളുടെ പക്കൽ അപ്പോൾ അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടി അവന് കൊടുത്തു. അവന് വാങ്ങി അവർ കാണുക ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും ഭക്ഷിക്കുന്നു. And so the food was given to him, and before their eyes, in their view, Jesus is eating the food. ഇനി നമ്മൾ അടുത്ത ഭാഗം, ഞാനത് പറയാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. ഈ സമയത്ത് തോമസ് അവിടെ ഇല്ലായിരുന്നു. നമുക്കറിയാം Thomas was not there. തോമസിന് അതിന്റെ കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും തോമസ് ഉള്ള സമയത്ത് യേശു അവിടെ ചെല്ലുന്നു. തോമസിന് ആദ്യം ഇത് വിശ്വസിക്കാനേ സാധിച്ചില്ല. യേശു എന്താ തോമസിനോട് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. Thomas was not there during that time, and Thomas had a difficult time believing that then this is true. കിട്ടിയെങ്കിൽ ഒന്ന് വായിക്കാമോ? 20-ന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നവൻ അവരോട് പറഞ്ഞു. Now Thomas, called Didymus, one of the 12, was not with the disciples when Jesus came. So the other disciples came, told him, "We have seen the Lord." But he said to them, "Unless I see the nail marks in his hand, and put my finger where the nails were, and put my hand into his side, I will not believe it." ഇനി തോമസ് ഉള്ള സമയത്ത് യേശു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് യേശു തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. Verse 27, then Jesus says to Thomas, "Put your finger here, see my hands, reach out your hand and put it into my side. Stop doubting and believe." Then Thomas said to him, "My Lord and my God." ഒരാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയാതപ്പോൾ one person could not believe. യേശു അടുത്ത് എന്നിട്ട് വീണ്ടും അവനെ കൂടെ ഒന്ന് ബലപ്പെടുത്തി അവനെ കാണിച്ചു കൊടുക്കുകയാണ്. നീ നോക്കിയേ, എൻ്റെ കൈ കണ്ടോ, എൻ്റെ വിലാപ്പുറത്ത് തൊട്ടേ, എൻ്റെ ഈ ആണിപ്പഴുതല്ല കൈകളിൽ നിന്റെ കൈയിട്ടേ, നീ നോക്കിക്കേ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് യേശു ക്രിസ്തു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിച്ചു കൊടുക്കുന്നു. Jesus was willing to go to Thomas, although he doubted, and show him the evidence and tell him that, "Look, it is I," and so that he can believe what was told to him. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചതുകൊണ്ട് എന്താണ് പിന്നെ സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? ഒരു ഒന്നാമത്തെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് നിങ്ങൾക്ക് പറയാമോ? We're going to look at the primary after effect of the resurrection of Jesus right here in the text. നിങ്ങളൊന്ന് പറയാമോ എന്തായിരിക്കും അതിൻ്റെ ഒരു അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായ അതിൻ്റെ ഒരു റിസൾട്ട് എന്തുവാ? What can you say? What might be the result immediately after this? ആർക്കെങ്കിലും പറയാമോ എന്തുവാ സംഭവിച്ചത്? പിന്നെ എന്തുവാ ഇവരിത് ഇങ്ങനെ വിശ്വസിച്ചല്ലേ, ഇവർക്ക് വിശ്വാസമായി, പിന്നെ എന്തോ സംഭവിച്ചത്? ആർക്കെങ്കിലും പറയാമോ എന്തുവാണ് വീണ്ടും സംഭവിച്ചത്? അങ്ങനെ വിശ്വസിച്ചതിൻ്റെ റിസൾട്ട് എന്തുമായിരുന്നു?
പറ. ഓക്കെ, ഞാൻ സമയത്തിൻ്റെ കുറവ് കാരണം ഞാൻ തന്നെ പറയാം. എന്തുവാ സംഭവിച്ചത്? വിശ്വസിച്ചത് കൊണ്ട് അവർ ധൈര്യത്തോടെ യാതൊരു സങ്കോചവുമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യം ലോകം മുഴുവനും വഹിച്ചു. Because they believed with boldness, they were able to proclaim the truth of the resurrection throughout the world. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിനെ സാക്ഷീകരിക്കുന്നതിനുള്ള അധികാരം നമുക്ക് തരുന്നു. The resurrection of Christ gives us the authority to witness Jesus to others. 4 സുവിശേഷത്തിലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് പറയണം. In 4 Gospels, very clearly Jesus tells them after the resurrection that you go and tell everyone what you saw and experienced. മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ 20 ആ വാക്യങ്ങളൊന്ന് Look at വായിക്കുന്നത്. Matthew chapter 28. ഗ്രേറ്റ് കമ്മീഷൻ നമുക്കൊന്ന് വായിക്കാം. We'll see the Great Commission in Matthew chapter 28. വായിക്കാമോ? 28:18 മുതൽ 20 വരെ. From 18 onwards. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. Then Jesus came to them and said, all authority in heaven and earth has been given to me. Therefore, go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, and teaching them to obey everything I have commanded you. Surely I am with you always to the very end of the age. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം ഒരു കാര്യം വളരെ വ്യക്തമായി. After Jesus resurrected, one thing became very clear. യേശുക്രിസ്തു അത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിയിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ അധികാരവും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ മരണത്തെ ഇന്ന് തോൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് ഇന്ന് ലോകത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുക, സകലത്തിനു മേലും അധികാരം എനിക്കുണ്ട്. So through the resurrection, Jesus demonstrated very clearly that all authority in heaven and on earth has been given to me. ഇന്ന് നിങ്ങൾ ഇനി എന്നാ ചെയ്യണം? ഈ അധികാരത്തോടുകൂടെ സകലത്തിനു മേലും എനിക്കുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ അധികാരത്തോടുകൂടെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എല്ലാവരും എന്ത് ചെയ്യണം? തന്റെ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാം ശിഷ്യന്മാരാക്കണം. So what should you do as a result of this? You taking this authority, you go and make disciples of all nations, baptizing them in the name of the Father and the Son and the Holy Spirit, and teaching them to obey all that I have commanded. ഒന്ന് ഓർത്ത് നോക്കി, ഒരിക്കൽ വിശ്വസിക്കുവാൻ സാധിക്കാതിരുന്ന ഈ വളരെ ബലഹീനരായ ഈ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം ആഴമായിട്ട് വന്ന ശേഷം യേശുക്രിസ്തു ഈ കാര്യം അവരോട് വ്യക്തമായിട്ട് പറയുകയും ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഭയമില്ല. അവരെല്ലായിടത്തും പോയിട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവരെവിടെയൊക്കെ പോയോ അവിടെയെല്ലാം യേശുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശിഷ്യരാക്കിക്കൊണ്ടിരുന്നു. Just imagine these disciples who were unbelievers. They could not believe, but once they understood and saw the evidence and believed, they were able to go and become witnesses of the resurrection of Jesus all over the place. ഇനി നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Mark chapter 16, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 15 to 18. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. He said to them, go into, this is Mark chapter 16, verse 15 onwards. He said to them, go into all the world and preach the good news to all creation. Whoever believes and is baptized will be saved, and whoever does not believe will be condemned. And these signs will accompany those who believe.
in my name, they will drive out demons. They will speak in new tongues, and they will pick up snakes with their hands. And when they drink deadly poison, it will not hurt them at all. They will place their hands on the sick people, and they will get well. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങൾ ലോകത്തെല്ലാം പോയിട്ട് സകല സൃഷ്ടിയോട് എന്ത് ചെയ്യണം? അവിടെ മനുഷ്യരെന്നും അതിനാ പറയട്ടെ, സകല സൃഷ്ടിയോട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത്ഭുതങ്ങൾ നടക്കാനായിട്ട് പോവുക. നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എന്തുകൊണ്ടാണ്? ഈ അധികാരം മുഴുവനും ഉള്ളവനായി ഞാൻ നിങ്ങളെ ഈ അധികാരത്തോടുകൂടി അയക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പി തെളിയിച്ചു തരുന്നു, നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകാനായിട്ട് സാധിക്കും. So Jesus tells them, I am sending you out with this authority, and that these signs will accompany those who believe, that in my name they will drive out demons, they will speak in new tongues, they will pick up snakes with their hands, and when they drink deadly poison, it will not hurt them at all. They will place their hands on sick people, and they will get well. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47-48 വാക്യങ്ങളിലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇത് തന്നെയാണ് പറയുന്നത്. Luke 24, Jesus repeats the same thing. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. And he tells them to go and preach to all the nations about the resurrection and about repentance. നമ്മൾ അതിന്റെ 45-46 കൂടെ ചേർത്ത് വായിച്ചാൽ, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്നിട്ട് യേശു പറയുക, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും, പിന്നെ ഉയർത്തെഴുന്നേറ്റ ശേഷം എന്താ സംഭവിക്കുന്ന? അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. Then he opened their minds so they could understand the scriptures. He told them, this is what is written, the Christ will suffer and rise from the dead on the third day, and repentance and forgiveness of sins will be preached in his name to all nations, beginning in Jerusalem. You are witnesses of these things. I am going to send you what my Father has promised. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-21 ഇതേ കാര്യം തന്നെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറം അവരെ കാണിച്ച് കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. പിന്നെ യേശു അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. In John 20 verse 21, and Jesus said, peace be with you, as the Father has sent me, I am sending you. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് നോക്കിയാൽ, ഈ ശിഷ്യന്മാരുടെ എല്ലാം സെൻട്രൽ മെസ്സേജ്, അവർക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, പോകുന്നിടത്തെല്ലാം ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. Now when you look at the Acts of the Apostles, we notice that all the preaching of the disciples was centered very powerfully and clearly on the resurrection of Jesus Christ. അപ്പോസ്തല പ്രവൃത്തി 1:22 നമുക്കറിയാം, മത്യാസിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നു. Acts 1:22, we see that Matthias was selected. അവിടെയും എഴുതി വെച്ചിരിക്കുക, പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറവാൻ Even there it was written that this next person that would be selected should be a witness of the resurrection. ഇനി അപ്പോസ്തല പ്രവൃത്തി 2:24 നമ്മൾ അവിടെ കാണുന്നു, അവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. In Acts 2:24 we see something else regarding the preaching of Peter. 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ജനങ്ങളെല്ലാം നിറച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു കൊടുക്കുവാണ് പത്രോസ്. അവിടെയും പറയുന്നു, ദൈവമോ മരണവാസങ്ങളെ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. Acts 2:24, but God raised him from the dead, freeing him from the agony of death, because it was impossible for death to keep its hold on him. ഇനി 3-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരാൾ യോഹന്നാനും പത്രോസ് സൗഖ്യമാക്കിയപ്പോൾ അതിനും അവരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഉത്തരം പറയാനുണ്ടായിരുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. 3-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. In chapter 3, when the beggar was healed, here also the resurrection of the Jesus is identified. അവിടെ 15-16 വാക്യത്തിൽ 3-15-16 നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുവാൻ
ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി In തീർന്നു. chapter 3, verse 15, you killed the author of life, but God raised him from the dead. We are witnesses of this by faith in the name of Jesus. This man whom you see and know was made strong. It is Jesus' name and the faith that comes through him that has given this complete healing to him, as you can all see. പിന്നെയും 4-ാം അധ്യായത്തില് ഇവരെ പ്രമാണികളൊക്കെ മൂപ്പന്മാരും ഒക്കെ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും പത്രോസ് പറയുന്ന കാര്യങ്ങളുണ്ട്. 8-ാമത്തെ വാക്യം, പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞ അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. In Acts chapter 4 verse 8, again this item is repeated. Then Peter, filled with the Holy Spirit, said to them, rulers and elders of the people, if we are being called on account to this day for the act of kindness shown to this to a cripple, and are asked how he was healed, then know this, that you and all the people of Israel, it is by the name of Jesus Christ of Nazareth, whom you crucified, by whom God raised from the dead, that this man stands before you healed. ഇനി 5:29 നമ്മൾ വരുമ്പോൾ വീണ്ടും അപ്പോസ്തലന്മാരെ അവര് പിടിക്കുകയും അവരെ ഉപദ്രവിക്കുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെയും പറയുന്നത് അങ്ങനെയാണ്. അതിന് പത്രോസ് ശേഷ അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അതിന് 5:29, 30-31 വാക്യങ്ങളും അത് തന്നെ കാണുന്നു. So we see the disciples brought before the authorities, and again the same thing is repeated. We gave, verse 28, we gave you strict orders not to teach in this name. He said, yet you have filled Jerusalem with your teaching and are determined to make us guilty of this man's blood. Peter and the other disciples replied, we must obey God rather than men. Then God our fathers raised Jesus from the dead, whom you had killed by hanging him on a tree. നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റീഫാനോസിനെ അവർ കൊല്ലുമ്പോഴത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. In chapter 7 we see Stephen being killed, but the vision he sees is this resurrected Christ sitting at the right hand of the Father. 9-ാം അധ്യായത്തില് വരുമ്പോഴത്തേക്ക് പൗലോസിനെ യേശു ക്രിസ്തു വിളിക്കുന്നത് നമ്മൾ കാണുന്നു. യേശുവിന് പ്രത്യക്ഷമാകുന്ന പൗലോസിന് പ്രത്യക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. In chapter 9 we see Jesus being revealed to Peter at that point. ഇനി 10-ാം അധ്യായത്തിലും പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സംസാരിക്കുമ്പോഴും പത്രോസിനും ഈ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലർ 10:39 മുതലുള്ള 41 വരെയുള്ള വാക്യങ്ങൾ. 10-ാം അധ്യായം 39. Acts 10 verse 31. He is at the home of Cornelius. യഹൂദ്യദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അങ്ങനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. Verse 39, we are witnesses of everything he did in the country of the Jews and in Jerusalem. They killed him by hanging him on a tree, but God raised him from the dead on the third day and caused him to be seen. He was not seen by all the people, but by witnesses whom God had already chosen. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 10 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിച്ചു മുമ്പോട്ട് പോകുമ്പോഴെല്ലാം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളത്. We saw the first 10 chapters, and then the chapters following as well. The same thing is there. The resurrected Christ was declared to the people. നമുക്ക് ഈ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പതിയേണ്ടത് വളരെ ആവശ്യമാണ്. We need to allow this message to get into the inner parts of our heart. ഇന്നലെ ഞങ്ങള് പരസ്യത്തിന് പോയ കാര്യം പറഞ്ഞല്ലോ. You heard about our experience sharing the gospel yesterday. നമുക്ക് ഭയമില്ലാതെ യേശുവിനെ സാക്ഷീകരിക്കണമെങ്കിൽ, നമുക്ക് ഭയമില്ലാതെ വീണ്ടും വീണ്ടും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു സത്യം നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കണം. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഭയമില്ലാതെ യേശുവിനെ വീണ്ടും സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. When the truth of this resurrected Christ gets within us and we experience it, we understand this, then we are able to go and declare Christ to others without any fear or without any doubt. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ഈസ്റ്റർ സൺഡേ ഇന്ന് പല സഭകളിലും അനേക മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. This Easter Sunday, there's a lot of messages being preached today. എല്ലാവരുടെയും ഉള്ളില് ഈ ഇതൊരു ശക്തിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിന്ന് സുവിശേഷത്തിനെതിരെയുള്ള ശക്തികളെയോ ഒന്നും ഭയപ്പെടാതെ ഈ അപ്പോസ്തലന്മാർ നിന്നതുപോലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യം നമുക്ക് ധൈര്യത്തോടുകൂടി വഹിപ്പാനായിട്ട് സാധിക്കും. When the reality of the resurrection gets clearly inserted in the hearts of people, I believe that we will be able to face whatever comes, whatever opposition is there for the gospel today. വരുന്ന നാളുകളിൽ നമുക്കും യേശുവിന്റെ സാക്ഷ്യം ശക്തമായിട്ട് വഹിക്കാം. In the coming times as well, let us also be witnesses of the resurrected Christ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, താൻ ഒത്തിരി വയസ്സനായ ശേഷം വീണ്ടും അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും തിരിച്ചറിയുവാനായിട്ട് എൻ്റെ ആഗ്രഹം. ഞാൻ പലതും ഛേദമെന്നെണ്ണുന്നു. ഫിലിപ്പിയ ലേഖനം 3:13-11 വാക്യങ്ങൾ നമ്മളിത് കാണുന്നു. In Philippians we see him talking about the resurrection of Christ again. പൗലോസിന് വീണ്ടും ആഗ്രഹമാണ്, എനിക്ക് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അങ്ങനെ പിന്നെ എഴുതി പുനരുദ്ധാനത്തിന്റെ ശക്തി കഴിഞ്ഞിട്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ഇത് രണ്ടും സമ്മിശ്രമായിട്ട് ഇത് വീണ്ടും വീണ്ടും അനുഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He says, I want to know the power of the resurrection and the sufferings of Christ as well. Both of these he's connecting together. ഇനി റോമർ 8:11 പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് എന്നുള്ള വാക്യം നമ്മൾ അവിടെ കാണുന്നു. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. Romans chapter 8 talks about the power that resurrected Jesus from the dead. ആ വാക്യം ഒന്ന് വായിക്കാം. റോമർ 8:11 വാക്യം നല്ലതാണ്, നമുക്കൊന്ന് കേൾക്കാം. Let's look at Romans chapter 8, 11ാമത്തെ വാക്യം. 18th verse. ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നോക്കിയേ, അന്ന് ആ കല്ലറ വലിയ ഭൂകമ്പത്തോടുകൂടെ ആ ഉറപ്പിച്ച ഒത്തിരി മുദ്രയൊക്കെ വെച്ച് ഉറപ്പിച്ച ആ കല്ലറ പൊട്ടിയെന്ന് ഈ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് ആ ദൈവാത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്നാണ് വേദപുസ്തകം പറയുന്നത്. Spirit who resurrected Christ from the dead also dwells within us. നമുക്ക് ആ ശക്തി കുറച്ചും കൂടി ഇന്ന് അനുഭവിക്കണ്ടേ? We need to experience that power even more. നമുക്കും ഈ അപ്പോസ്തലന്മാരെ പോലെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കണ്ടേ? Just like the disciples, shall we also not be witnesses of Christ and his resurrection? അടുത്ത ഈസ്റ്ററിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഇനിയും യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം. Before the next Easter, let us all become people who testify about the resurrection of Christ. നമുക്ക് എവിടെയൊക്കെയോ ഞാൻ ഉൾപ്പെടെ പറയുവാണ്, നമുക്ക് എവിടെയൊക്കെയോ ഭയവും സംശയവും നമ്മൾ വീണ്ടും വീണ്ടും പല ആവർത്തി പറഞ്ഞു, സുവിശേഷം ഒത്തിരി പ്രയാസമാണ്, സുവിശേഷം ഇനി ഇന്ത്യയിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, യാഥാർത്ഥ്യമായിരിക്കാം. എങ്കിലും നമ്മളും അങ്ങ് ഭയപ്പെട്ടോ അവിശ്വസിച്ചോ ഇരിക്കുവാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മൾ ശരീരത്തിനും മനസ്സിനും അനുഭവിച്ച ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കിനിയും ധൈര്യത്തോടെ യേശുവിനെ സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കും. Somehow fear and doubt has gripped us, but once the resurrection power of Christ comes into us, we will be able to powerfully declare that Jesus has resurrected from the dead and to preach the gospel. നമുക്കൊരിക്കൽ കൂടി ആ ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി അനുഭവിപ്പാൻ, ഉയർത്തെഴുന്നേറ്റവനിൽ വ്യാപരിച്ച ആ ആത്മാവിനെ അനുഭവിപ്പാൻ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Let's all rise and invite the same Holy Spirit to come within us right now.